നമ്മൾ മെക്സിക്കോയുടെ അത്ഭുതകരമായ കുറേ കാഴ്ചകളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിൽ നിന്ന് നമ്മൾ മടക്കയാത്രയിലാണ്. ഇനി മെക്സിക്കോ സിറ്റിയിലേക്ക് പോവുകയാണ്. നേരെ ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് റോഡിൻ്റെ രണ്ടു വശത്തും മെക്സിക്കോയുടെ ഗ്രാമങ്ങളാണ്, അതിസാധാരണക്കാരുടെ ഗ്രാമങ്ങൾ. ഇന്ന് അങ്ങോട്ട് രാവിലെ പോകുമ്പോൾ ഇരുട്ടായിരുന്നു, അതുകൊണ്ട് ആ ഗ്രാമങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പം നല്ല വെയിൽ, അത്യാവശ്യം ചൂടുണ്ട്. പൊതുവേ ഈ കർഷക സമൂഹമൊക്കെ ദരിദ്രരാണ്. അവിടെ കൃഷി നടക്കുന്നത് പ്രധാനമായിട്ടും കള്ളിമുൾച്ചെടി, കാക്ടസിൻ്റെ കൃഷിയാണ്. ഈ കാക്ടസ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് മുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നുണ്ട്. മെക്സിക്കോ എന്ന രാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങൾ, അതായത് USA ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ പൊതുവെ അല്പം പ്രശ്നമുള്ളതാണ്. കള്ളക്കടത്തുകാർ, കുറച്ച് ഗുണ്ടാസംഘങ്ങൾ, മയക്കുമരുന്ന് കടത്തുകാർ, മനുഷ്യക്കടത്തുകാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഗുണ്ടാസംഘങ്ങളുടെ ഒക്കെ കേന്ദ്രങ്ങളാണ് പൊതുവെ വടക്കൻ പ്രദേശങ്ങൾ, US ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. കാരണം അവിടെ ഈ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് ഈ പറഞ്ഞ നിരോധിത വസ്തുക്കളും നിരോധിതരായ മനുഷ്യരെയും കയറ്റി വിടുന്ന അധോലോക പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് അതിൻ്റെ വ്യാപ്തി അറിയണമെങ്കിൽ ആ പ്രദേശങ്ങളിലെ ജീവിതത്തിലൂടെ നമ്മൾ കുറേ സഞ്ചരിക്കണം. മെക്സിക്കോയുടെ വടക്കൻ ഭാഗത്ത് അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ അതിഭീകരമായ അവസ്ഥ നമ്മൾ തിരിച്ചറിയുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഈ അനധികൃത കുടിയേറ്റത്തെ, ഈ കള്ളക്കടത്തുകാരെ, ഈ മയക്കുമരുന്ന് കടത്തുകാരെ, മനുഷ്യക്കടത്തുകാരെ ഒക്കെ നിയന്ത്രിക്കും, അതിന് അവസാനം കാണുമെന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനത മുഴുവൻ കൈയടിക്കുകയും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ആ ദുരന്തം, അതിൻ്റെ തീവ്രമായ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുള്ളൂ. പ്രത്യേകിച്ച് ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല, മെക്സിക്കോയുടെ വടക്കൻ പ്രദേശത്തിന് ഇത് വലിയൊരു പ്രശ്നമാണ്. എന്നാൽ മെക്സിക്കോയുടെ തെക്കൻ പ്രദേശങ്ങൾ പൊതുവെ ശാന്തരായ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇപ്പം നേരിടുന്നൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്സിക്കോയുടെ ഈ ഉൾനാടുകളിൽ നിന്ന് ഈ കർഷകരായവരും സാധാരണക്കാരായ മനുഷ്യരെല്ലാം ഒന്നുകിൽ മെക്സിക്കോ സിറ്റി പോലുള്ള വമ്പൻ പട്ടണങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ അവർ തൊട്ടടുത്ത രാജ്യമായ അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള അനധികൃതമായോ അധികൃതമായോ ഒക്കെ കുടിയേറാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുക. അതുകൊണ്ട് ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഉള്ളവരെ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള അത്യാവശ്യം അധോലോക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ്. ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടും ഇവിടുത്തെ കഥകളും ചരിത്രവും ഓർത്ത് നമ്മൾ ഓടി വരുന്നത് ഒരു മലയുടെ വക്കിലേക്ക് എത്തുകയാണ്, മലമ്പ്രദേശത്തേക്ക് എത്തുകയാണ്. ഈ മലയുടെ താഴ്വാരത്ത് ഒരു 10-15 കിലോമീറ്റർ അകലെ മെക്സിക്കോ സിറ്റി നമുക്ക് കാണാം. മലകളാൽ ചുറ്റപ്പെട്ട അതിൻ്റെ താഴ്വാരത്തുള്ള അടിവാരത്തുള്ള ഒരു നഗരമാണ് മെക്സിക്കോ സിറ്റി. അത് മുകളിൽ നിന്ന് നമുക്ക് കാണാം. ഈ മലയുടെ ഓരങ്ങളിൽ ചേരിപ്പുരകളാണ്. ആ മലകളെ ആകെ പൊതിഞ്ഞ മട്ടിൽ അടുക്കി വെച്ച ചെറിയ 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 വീടുകളും കെട്ടിടങ്ങളും ചേരികളാണ്. നമ്മൾ ബോംബെയിലെ ചേരി പോലെ ടാർപോളിൻ വലിച്ചു കെട്ടിയ അത്ര ദാരിദ്ര്യത്തിലല്ലെങ്കിലും സിമെൻറ്റും കോൺക്രീറ്റും ഒക്കെ കൊണ്ടുണ്ടാക്കി ചെറിയ ചെറിയ പെട്ടികൾ പോലുള്ള ആയിരക്കണക്കിന് വീടുകൾ. ഏതാണ്ട് 15 ലക്ഷം ആളുകൾ ഈ കാണുന്ന ഒറ്റ കോളനിയിൽ മാത്രം വസിക്കുന്നുണ്ട്. കൊച്ചിയും തിരുവനന്തപുരവും കൂടെ ചേരുന്ന 2 നഗരങ്ങളിലെയോ ജനങ്ങൾ മുഴുവൻ ഒരു കോളനിക്കകത്ത്, ഒരു ചേരിക്കകത്ത് വസിച്ച ആ ചേരി എത്ര വലുതായിരിക്കും. അതിന് സ്വന്തമായിട്ടൊരു ഭരണ സംവിധാനമുണ്ട്, അധോലോക സംവിധാനമുണ്ട്, ഗുണ്ടകളുടെ സംവിധാനങ്ങളുണ്ട്. ഈ ഗുണ്ടകളും അധോലോകവും ഒക്കെയാണ് ഈ ചേരികളെ ഭരിക്കുന്നത്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ചേരിയുടെ പേര് സെനാചാൽക്കോ ഇറ്റ്സ എന്നാണ്. ഈ സെനാചാൽക്കോ ഇറ്റ്സ ചേരിയിലാണ് എനിക്ക് തോന്നുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി വസിക്കുന്ന ഒരു ചേരി. ഈ ഒരു ചേരി മാത്രമല്ല മെക്സിക്കോയിലുള്ളത്. മെക്സിക്കോ സിറ്റിയുടെ പരിസരങ്ങളിലായിട്ട് ഇത്തരത്തിൽ നിരവധി ചേരികളുണ്ട്. ഇതിലെല്ലാം കൂടി ഏതാണ്ട് 40 ലക്ഷം ആളുകൾ തിങ്ങി വസിക്കുന്നുണ്ട്. നഗരത്തിലേക്ക് അടുക്കാറാകുമ്പോൾ നമ്മുടെ ഡ്രൈവർ വിചിത്രമായ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. പോലീസ് നഗരത്തിനുള്ളിലേക്കുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നഗരത്തിൻ്റെ പുറത്ത് ഉള്ള മെട്രോ സ്റ്റേഷനിലോ ഏതെങ്കിലും ബസ് സ്റ്റേഷനിലോ നിങ്ങൾ ഇറക്കി വിടാം. ഇപ്പോൾ മെട്രോ മാത്രം പ്രവർത്തിക്കുന്നുണ്ടാവുള്ളൂ, ബസ്സുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. കാരണം നഗരത്തിനകത്തേക്ക് പോലീസ് ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. നഗരത്തിനകത്ത് എന്തോ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ഗതാഗതം മുഴുവൻ നിരോധിച്ചിരിക്കുന്നു. ഞാനാകെ ടെൻഷനിലായി. ഈ മെക്സിക്കോ സിറ്റിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഈ മെട്രോയിൽ കയറി എങ്ങനെ എനിക്ക് എത്തേണ്ട സ്ഥലത്തെത്തുമെന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്ത രാകേഷിൻ്റെ നമ്പർ വിളിച്ചു. രാകേഷിനോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ ഇയാൾ പറയുന്നത് നേരാണോന്ന് എനിക്കറിയില്ല, നഗരത്തിന് പുറത്ത് നമ്മളെ ഇറക്കി വിടാമെന്നാണ് പറയുന്നത്. അപ്പോൾ രാകേഷ് പറഞ്ഞു, ഒരു സെക്കൻഡ് ഞാനൊന്ന് തിരിച്ചു വിളിക്കാം. രാകേഷ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, പൊളോങ്കോ എന്ന് പറയുന്നൊരു സ്ഥലം നഗരത്തിന് പുറത്തുണ്ട്. അത് ഇവിടുത്തെ സമ്പന്നരുടെ ഒരു പ്രദേശമാണ്. അവിടെ നിങ്ങളെ ഇറക്കി വിടാൻ പറ. അവിടെ ഇറക്കി വിടേണ്ട സ്ഥലം
ഞാൻ ഈ ഡ്രൈവറുടെ അടുത്തേക്ക് ഫോൺ കൊടുത്താൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഞാൻ ഫോൺ ഡ്രൈവർക്ക് കൊടുത്തു. അയാൾ കേട്ടു. അയാൾ പറഞ്ഞു ഞാൻ ഇറക്കി വിട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൊളോങ്കോയിലേക്ക് വണ്ടി കയറി. അതിനിടയ്ക്ക് പലയിടത്ത് ഇറക്കി വിട്ടു. കാരണം അവർക്കൊക്കെ ഈ സിറ്റി അറിയാവുന്നവരാണ്. ചിലർ സിറ്റിക്ക് പുറത്തുള്ള ഹോട്ടലുകളാണ് താമസിക്കുന്നത്, അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞിടത്ത് കൊണ്ട് വണ്ടി ഇറക്കി. ഞാനവിടെ കാത്തു നിൽപ്പായി. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ രാകേഷ് പറഞ്ഞു ഞാനിത് അങ്ങ് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാകേഷ് കാറുമായിട്ട് വന്നു. ഞാനത് കയറി. ഞാൻ രാകേഷിനോട് ചോദിച്ചു എന്താ രാകേഷ് ഈ പ്രശ്നം? രാകേഷ് പറഞ്ഞു അത് രസകരമായൊരു സംഭവമാണ്. ഇന്ന് വനിതാ ദിനമാണ്. ഈ വനിതാ ദിനം പ്രമാണിച്ച് നഗര ചത്വരത്തിൽ സ്ക്വയറിൽ നിങ്ങൾ ഇന്നലെ കണ്ടു കാണുമല്ലോ, അവിടെ സംഗീത പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 80,000 സ്ത്രീകൾ അവിടെ ഒന്നിച്ചു ചേർന്നിട്ട് ഈ മെക്സിക്കോയിലെ സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നു, പുരുഷന്മാരുടെ പീഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധ ജാഥ നടത്തുകയും ഈ സ്ക്വയറിൻ്റെ പരിസരത്തെയും കെട്ടിടങ്ങളും വാഹനങ്ങളും എല്ലാം അടിച്ച് തകർക്കുകയും ചെയ്ത് അവിടെ ഒരു കലാപം സൃഷ്ടിച്ചിരിക്കുക. 80,000 പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് മെക്സിക്കോ സിറ്റിയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ടി വി കണ്ട് ഞങ്ങളിത് അന്തം വിട്ടിരിക്കുകയാണ്, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു യുദ്ധസമാനമായ സ്ഥിതിയാണ് ഡൗൺ ടൗണിൽ. നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അതിൻ്റെ പരിസരം എല്ലാം അടിച്ച് തകർത്തിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ ചെന്ന് താമസിച്ചിട്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ വെളുപ്പിന് 2:30-3 മണിക്ക് എനിക്ക് ഉണർന്നെഴുന്നേറ്റ് എയർപോർട്ടിൽ പോയി കാൻകൂണിലേക്ക് പോകേണ്ടതാണ്. ഡൗൺ ടൗണിൽ പോയി എൻ്റെ ബാഗൊക്കെ എടുക്കാതെ അവിടെ അടച്ചുപൂട്ടിയാൽ കിടക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ പോകും? തന്നെയല്ല ഡൗൺ ടൗണിലാണ് എയർപോർട്ട് തന്നെ ഇരിക്കുന്നത്. അങ്ങോട്ട് പോകണ്ടേ? അപ്പോൾ എൻ്റെ യാത്രയാകെ പ്രശ്നത്തിലാകുമോ? ഒരു വശേ ലോകം മുഴുവൻ കോവിഡ്, മറുവശം ഇതാ മെക്സിക്കോ സിറ്റിക്കകത്ത് പെണ്ണുങ്ങളുടെ കലാപം. എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ രാകേഷ് പറഞ്ഞു സാരമില്ല, അതൊക്കെ ഇത് കഴിയുമ്പോഴത്തേക്ക് തീരും, പോലീസൊക്കെ ക്ലിയർ ചെയ്തോളും, അല്ലാതെ ഇത് ആഭ്യന്തര യുദ്ധമൊന്നും അല്ലല്ലോ. സ്ത്രീകളുടെ ഒരു പ്രതിഷേധം, അവർക്ക് വിശക്കുമ്പോൾ അവർ വീട്ടിൽ പൊക്കോളും. ഏതായാലും പൊതിച്ചോറൊന്നുമായിട്ടല്ലേ ഈ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിശപ്പ് ഉണ്ടാകുന്നിടം വരെ മാത്രമേ ഈ പ്രതിഷേധം ഉണ്ടാവുള്ളൂ. വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി രാകേഷ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഞാനും ഓർത്തു, പണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് വളഞ്ഞൊരു സമരം ഉണ്ടായിരുന്നല്ലോ, അവിടെ വിശപ്പിനുള്ള പരിഹാരം ഉണ്ടായിരുന്നെങ്കിലും കക്കൂസി പോകേണ്ട നേരമാകുമ്പോൾ സമരം തീരും എന്ന് ആരോ പ്രഡിക്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇവർക്കും കക്കൂസി പോകേണ്ട സമയമാകുമ്പോൾ സമരം നിന്നോളൂ എന്ന് നമുക്കും തോന്നി. എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാകേഷ് പറഞ്ഞു നമുക്ക് ഭക്ഷണം വല്ലതും കഴിക്കാം. ഈ സമയമായപ്പോഴത്തേക്ക് ഒരു 3:30 കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ സമ്പന്നരുടെ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ നിരവധിയായ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, അതിഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വലിയ ബംഗ്ലാവുകൾ, കൊളോണിയൽ കാലത്തെ സ്പാനിഷ് ശൈലിയിൽ നിർമ്മിച്ച കൊട്ടാരങ്ങൾ പോലത്തെ വീടുകൾ, പബ്ബുകൾ, എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ്. സൂപ്പർ മാർക്കറ്റുകൾ, വമ്പൻ മാളുകൾ, ലോക നിലവാരം. മെക്സിക്കോ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരു ജർമ്മനിയിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെയോ ഒക്കെ ഒരു ഏറ്റവും സമ്പന്നർ വസിക്കുന്ന ഒരു പ്രദേശത്താണെന്ന് എനിക്ക് തോന്നുള്ളൂ. മെക്സിക്കോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ കുറച്ചുകൂടെ പിന്നിൽ കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഫെസിലിറ്റികളും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു മ്യൂസിയം കാണിച്ചു, ഒരു ഗംഭീര മ്യൂസിയം. എന്നിട്ട് അദ്ദേഹം രാകേഷ് പറഞ്ഞു ഇത് ആരുടെ മ്യൂസിയം എന്നറിയോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല, ഞാനതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് കാർലോസ് സ്ലിമ്മിൻ്റെ മ്യൂസിയമാണ്. കാർലോസ് സ്ലിം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നങ്ങനെ ഓർത്തു. ഞാൻ ചോദിച്ചു ഇത് ആരായും കാർലോസ് സ്ലിം? ഞാൻ കേട്ടിട്ടുണ്ട് പേര്, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ നിങ്ങൾക്കറിയില്ലേ? 2010 മുതൽ 2013 വരെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ കാർലോസ് സ്ലിം ആയിരുന്നു. മെക്സിക്കോക്കാരനായ കാർലോസ് സ്ലിം ഇന്നും ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ 10 പേരിൽ ഒരാളാണ്. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ, ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം പണിത ഈ മെക്സിക്കോയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളൊന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ പേര് സൗമയ മ്യൂസിയം എന്നാണ്. ഈ സൗമയ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ സൗമയ എന്ന് പേര് വരാൻ കാര്യം എന്താ? അവർ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരിയോ റെഡ് ഇന്ത്യനോ അല്ലെങ്കിൽ ഇൻകായോ അസ്റ്റക്കോ ഗോത്രക്കാരോ വല്ലതും ആയിരുന്നോ? അല്ലല്ല. സൗമയ എന്ന് പറയുന്നത് ഒരു ലെബനീസ് പേരാണ്. ഈ കാർലോസ് സ്ലിമ്മും ലെബനോൻകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പൂർവികർ അച്ഛനും അമ്മയും ലെബനോനിൽ നിന്ന് ഈ മെക്സിക്കോയിലേക്ക് കുടിയേറി വന്നതാണ്. ഈ കാർലോസ് സ്ലിമ്മിൻ്റെ അച്ഛൻ്റെ പേര് ഖലീൽ സലീം ഹദാദ് എന്നാണ്. ഈ ഖലീൽ സലീം ഹദാദ്, ഈ സലീമാണ് സ്ലിമ്മായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും മാറിയത്. കാരണം ഇവിടെ വന്ന് ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സലീം എന്നുള്ള പേരൊക്കെ ഇവിടെ സ്യൂട്ടബിൾ അല്ലാതെ വരുമോ എന്നതുകൊണ്ട് പുള്ളി സലീം എന്നുള്ളത് സ്ലിം എന്നാക്കി. മാത്രമല്ല ജൂലിയൻ സ്ലിം ഹദാദ് എന്നായി പിന്നീട് അങ്ങേരുടെ പേര്. അദ്ദേഹത്തിൻ്റെ മകന് കാർലോസ് സ്ലിം എന്ന് പേരിട്ടു. ലെബനോൻകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കേൾക്കുമ്പോൾ ഒരു മുസ്ലിമാണെന്ന് തോന്നും. അല്ല, അവിടുത്തെ മാരോനൈറ്റ് ക്രിസ്ത്യാനികളാണ്. ഈ അറബി നാടുകളിൽ പ്രത്യേകിച്ച് ലെബനോനിലും സിറിയയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികളുടെയും പേര് അറബി പേരുകളാണ്. ഖലീൽ, സലീം, ഇതൊക്കെ ക്രിസ്ത്യാനികൾക്കുള്ള പേരുകളാണ്. ഞാനതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാർലോസ് സ്ലിം ഒരു എഞ്ചിനീയറാണ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. അത് കഴിഞ്ഞ് ചെറിയ തോതിൽ നടന്നിരുന്ന കുടുംബ ബിസിനസ്സിലേക്ക് കയറി. കുടുംബ ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിരുന്നു.
ഇദ്ദേഹം കുടുംബ ബിസിനസ്സായ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് ബിസിനസ്സിലേക്ക് കടന്നതോടുകൂടി നല്ല കാലം തെളിഞ്ഞു. ആ സമയത്ത് അവിടെ വിപ്ലവമൊക്കെ നടക്കുന്നൊരു കാലമാണ് മെക്സിക്കോയിൽ. ആ സമയത്ത് തന്നെ ഇദ്ദേഹം അതിൻ്റെ ആ സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി റിയൽ എസ്റ്റേറ്റിൽ ആദ്യം വലിയ ഭാഗ്യം പരീക്ഷിച്ചു. പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് മാറി. പിന്നെ കൈവെക്കാത്ത മേഖലകളിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മുതൽ കെമിക്കൽ ഇൻഡസ്ട്രി മുതൽ എല്ലാത്തരം മേഖലകളിലും ഇദ്ദേഹം കൈവച്ചു. ഇന്ത്യയിലെ ടാറ്റ എന്തൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ലാറ്റിൻ അമേരിക്ക മുഴുവനും വടക്കേ അമേരിക്കയിലും പിന്നീട് ലോകത്തിൻ്റെ വിപണിയിലേക്കും കൈവച്ചു. ലാറ്റിൻ അമേരിക്കയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മാർക്കറ്റ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെലികോമാണ്. ടെലികോം ഇൻഡസ്ട്രി ഏതാണ്ട് 30 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള മെക്സിക്കോയിലെയും മധ്യ അമേരിക്കയിലെയും വലിയൊരു കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ കാർലോസ് സ്ലിം എന്ന് പറയുന്ന കോടീശ്വരൻ്റെ സ്ഥാപനങ്ങളും ഓഫീസുകളുമാണ് ഈ പ്രദേശത്തെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഞാൻ പറഞ്ഞല്ലോ, ധാരാളം ഗംഭീര റെസ്റ്റോറൻറ്റുകളുള്ള ഭാഗമാണ് ഇവിടെ. കോണ്ടസ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. നമ്മുടെ കോണ്ടസ കാറിൻ്റെ അതേ കോണ്ടസ. ഈ കോണ്ടസ എന്ന് പറയുന്ന സ്ഥലത്ത് അതും ഈ സമ്പന്ന പ്രദേശങ്ങളാണ്. അവിടെ ഗംഭീരനൊരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾ കുറച്ച് ദൂരം അതിലൂടെയൊക്കെ നടന്നു. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഈ ഞായറാഴ്ചയാണിന്ന്, അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അധികം ആളുകളൊന്നുമില്ല. ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞുമൊക്കെയാണ് ജനം ആഘോഷത്തിലാവുക. ഞായറാഴ്ച ഉച്ച കഴിയുമ്പോൾ പൊതുവേ ലോകം മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുമോ, മനുഷ്യരെല്ലാം വലിയ നിരാശയിലാവും. നിരാശയുടെ കാരണം ഇതാ, അവധി തീർന്നു, നാളെ രാവിലെ ജോലിക്ക് പോകണം, വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയാണ്, പിന്നെ ഒരാഴ്ച പണിയെടുത്താലേ ഒരു അവധി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നിരാശ ബാധിക്കുന്ന ആഴ്ചയുടെ ദിവസം എന്ന് പറയുന്നതും സമയം എന്ന് പറയുന്നതും ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴാണ്. ഒരു ഡിപ്രഷൻ ബാധിക്കും. അത് ഡിപ്രഷൻ കളയാൻ വേണ്ടി ചിലർ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി ബാറിൽ വന്ന് 2 കൂടെ അടിക്കും. ആ അടി തുടങ്ങിയ സമയമാണിത്. അപ്പോൾ എല്ലാ ബാറിലും ബിയർ പാർലറുകളിലും പയ്യെ ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഡിപ്രഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണർവിന് ആളുകൾ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബിയർ പാർലർ, ബിയർ കൊടുക്കുന്നതാണ് എല്ലാ റെസ്റ്റോറൻറ്റും. ബിയറാണ് അവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഈ വഴിയിലേക്ക് വരാന്തയിലേക്ക് കസേരയിട്ട എല്ലാവരും ഇരിക്കുന്നത്. അല്ലാതെ അകത്ത് കയറി വാതിലടച്ചിരുന്ന് കള്ളു കുടിക്കുന്നൊരു സ്വഭാവം ഇവിടെയില്ല. വഴിയെ പോകുന്നവരോട് വർത്താനമൊക്കെ പറഞ്ഞ് പകുതി ഒരു കൈ ബാർ കൗണ്ടറിലും മറ്റേ കൈ വഴിയെ പോകുന്നവൻ്റെ തോളത്തും വെച്ചിരിക്കുന്ന മട്ടിലുള്ള രീതിയിലാണ്. അങ്ങനെ ഒരിടത്ത് ഞങ്ങളും പോയിരുന്നു. കാരണം ഒരു മെക്സിക്കൻ ലാറ്റിൻ അമേരിക്കൻ ആംബിയൻസ്, നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും ആ നാട്ടുകാരെങ്ങനെ ജീവിതത്തെ കാണുന്നു ആ മട്ടിൽ നമ്മളും അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആയെങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരിടത്ത് തന്നെ ഞങ്ങളും കയറിയിരുന്നു. രാകേഷ് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പം ഈ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ കൈയൊക്കെ വെച്ച് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ ഓരോ ബീർ തരാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഗോത്ര വിഭാഗത്തിൻ്റെ പേരുള്ള ഓരോ കുപ്പി ബീർ, ഒക്കെ ചെറിയ കുപ്പികളാണ്. ഈ ബീറിൻ്റെ ഒപ്പം വേറൊരു സാധനം കൊണ്ട് നോക്കും. അതാണ് ഇതിലെ ഏറ്റവും രസകരമായ സാധനം. പപ്പടം പോലെ ഒന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ടോട്ടോപ്പോസ് എന്നാണ് അതിൻ്റെ പേര്. അത് വറുത്ത ഒരു വസ്തുവാണ്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ കൊണ്ട് നോക്കും. മുളക് ചമ്മന്തിയല്ല, അവക്കാഡോയുടെ ചമ്മന്തിയാണ്. അതിൻ്റെ പേര് ഗ്വാക്കാമോലെ എന്നാണ്. ഗ്വാക്കാമോലെ ചമ്മന്തി, അവക്കാഡോ അരച്ച ചമ്മന്തിയും ഈ പറഞ്ഞ ടോട്ടോപ്പോസ് അതുകൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കുക. അതിങ്ങനെ യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും. അതും കഴിച്ച് ഞങ്ങൾ ഈ നാട്ടിലെ കഥകൾ, മെക്സിക്കോയുടെ ജീവിതം, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ പ്രശ്നങ്ങൾ, അതിനെ ഭരണകർത്താക്കളും ജനങ്ങളും ചേർന്ന് സോൾവ് ചെയ്യുന്ന രീതികൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ രാകേഷുമായിട്ട് സംസാരിക്കുകയാണ്. രാകേഷ് കുറേ കാലമായിട്ട് അവിടെയുണ്ട്. രാകേഷ് മെക്സിക്കോ സിറ്റിയിൽ ഈ പറഞ്ഞ സമ്പന്നർ വസിക്കുന്ന സ്ഥലത്തെ ഗംഭീരമായൊരു ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. രാകേഷ് ഒരു മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലാറ്റിൻ അമേരിക്കൻ റീജിയൻ്റെ ഹെഡാണ്. അതിനെ ഹെഡ് ചെയ്യുന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എല്ലാ ഫെസിലിറ്റിയിലാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് രാകേഷ് മൊബൈലിൽ നോക്കും, എന്തായി സ്ഥിതി, പെണ്ണുങ്ങളുടെ സമരം എവിടം വരെയായി. അവസാനം കുറേ കഴിഞ്ഞപ്പം ഒരു 5:30 സന്ധ്യ മയങ്ങാറായപ്പോഴത്തേക്ക് രാകേഷ് പറഞ്ഞു, ഇപ്പോൾ സമരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ വഴി പലയിടത്തും ബ്ലോക്കാണ്. എങ്കിലും നിങ്ങളുടെ സ്ക്വയറിലേക്ക് കയറുന്ന റോഡിൻ്റെ ആ ഭാഗം വരെ ഗതാഗതം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഒരു ടാക്സി വിളിച്ച് ഞാൻ തരാം, നിങ്ങൾ നേരെ പൊക്കോളൂ. അവിടെ ചെന്നിട്ട് കുറച്ച് ദൂരം ചിലപ്പോൾ നടക്കേണ്ടി വരുമായിരിക്കും. എന്നാലും അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇന്നലെ നടന്ന ആ സ്ട്രീറ്റുകളൊക്കെയാണ് സ്ക്വയറിലേക്കുള്ള ആ പാത. എനിക്കൊരു കാർ വിളിച്ചു തന്നു, ഞാനതിൽ കയറി. സിറ്റിക്ക് പുറത്ത് അതുകൊണ്ട് തന്നെ ട്രാഫിക് കൺജഷനാണ്. ഈ ട്രാഫിക് കൺജഷനിലൂടെ എല്ലാം ഓടി ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ ഫ്രാൻസിസ്കോ മദേരോ സ്ട്രീറ്റിൻ്റെ തുടക്കത്തിൽ കൊണ്ട് ഇറക്കി വിട്ടു. ഈ ഫ്രാൻസിസ്കോ മദേരോ സ്ട്രീറ്റ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുക. മനുഷ്യരെ കയറ്റി വിടുന്നേയില്ല. അവിടെ പോലീസുകാർ നിൽക്കുകയാണ്. ഞാൻ ചെന്ന പോലീസുകാരനോട് പറഞ്ഞു, എനിക്ക് ഈ സ്ട്രീറ്റിലുള്ളൊരു ഹോട്ടലിലാണ് താമസിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൊട്ടപ്പുറത്തെ സ്ട്രീറ്റ്, ഇതിന് പാരലായിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്, അതിൽ കൂടെ പോയിക്കോളൂ, അത് തുറന്നാണ് കിടക്കുന്നത്, ഇതിനകത്ത് ക്ലീനിങ് നടക്കുക, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ലീനിങ്ങിന് വേണ്ടി ക്ലോസ് ചെയ്യണമെങ്കിൽ എന്ത് അലമ്പായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പുറത്തെ സ്ട്രീറ്റിൽ കൂടെ നടന്നു ചെല്ലുമ്പോൾ ആ സ്ട്രീറ്റ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചിരിക്കുന്നറിയോ?
രാവിലെ നമ്മൾ പോയപ്പോൾ അവിടെ റോഡുകളെല്ലാം ക്ലോസ് ചെയ്യുന്ന കണ്ടില്ലേ? ആ 1.5 ആൾ പൊക്കത്തിൽ പ്ലൈവുഡും ഉരുക്കും ഒക്കെ കൊണ്ട് ഇവർ രാത്രി മുഴുവൻ ക്ലോസ് ചെയ്ത സാധനം മുഴുവൻ ഈ പെണ്ണുങ്ങൾ ചവിട്ടി പൊളിച്ച് വഴിയിലിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഷോറൂമുകളുണ്ടല്ലോ, ഗംഭീരമായ ഷോറൂമുകൾ, നല്ല ഗ്ലാസ് മുമ്പിലിട്ട ഷോറൂമുകളുണ്ടല്ലോ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ, ആ ഷോറൂമുകളുടെ മുഴുവൻ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് തകർത്തിട്ടിരിക്കുകയാണ്. അടിച്ചു പൊട്ടിക്കാതെ ഷട്ടർ ഇട്ടിരുന്ന ഷോറൂമുകളുടെ എല്ലാ ഷട്ടറേൽ ഇവരുടെ ഭാഷയിൽ മുദ്രാവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പ്രഘോഷിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ, സ്ത്രീകളെ തൊട്ടാൽ ശരിയാക്കി കളയുന്നൊക്കെയുള്ള മറ്റുള്ള മുദ്രാവാക്യങ്ങളൊക്കെ. ചിലത് ഈ നന്നായിട്ട് ഗ്രാനൈറ്റ് വിരിച്ച ഈ തറയിലെല്ലാം സ്പ്രേ പെയിൻറ്റ് കൊണ്ട് ഇതെല്ലാം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മുനിസിപ്പൽ ജീവനക്കാർ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് തിന്നറൊക്കെ ഇട്ട് ഈ ഫ്ലോറ്, ഈ തറ 1.5-2 കിലോമീറ്റർ ദൂരമുള്ള ഈ ഗ്രാനൈറ്റ് ഇട്ട തറ, ഇന്നലെ നമ്മൾ കണ്ട സുന്ദരമായ തറ മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആളെ കയറ്റി വിടാത്തതിനകത്ത്. തകർത്ത് തരിപ്പണമാക്കി ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുന്ന രീതിയിൽ. ഞാൻ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ സ്ത്രീ വിമോചനത്തിന് വേണ്ടി ചാനൽ ചർച്ച നടത്തുകയാണല്ലോ പരമാവധി നമ്മുടെ വനിതാ നേതാക്കന്മാർ ചെയ്യുന്ന പണി. ഇവിടെ പെണ്ണുങ്ങളങ്ങ് ഇറങ്ങിയിട്ട് ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ആ നഗരത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇനി ഒരുത്തരും പെണ്ണുങ്ങളുടെ നേരെ കൈപൊക്കരുതെന്നുള്ള മട്ടിലാണ്. തീർന്നില്ല, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പൊട്ടിക്കാവുന്നതെല്ലാം തല്ലി പൊട്ടിച്ചിട്ടുണ്ട്, വേലി കെട്ടിയതെല്ലാം പറിച്ച് നിലത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഞാനിതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇത് കാണാൻ ഈ നഗരത്തിൽ വന്നിരിക്കുന്ന അന്യരാജ്യക്കാരായ ടൂറിസ്റ്റുകളെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. ആണുങ്ങൾ ഇച്ചിരി സങ്കടത്തോടെ ഇങ്ങനെ ഒരു അല്പം പേടിച്ചരണ്ട് നടക്കുമ്പോൾ അവരുടെ കൂടെ വന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുന്നു. ഇവരൊട്ടിച്ചിരിക്കുന്ന പോസ്റ്ററൊക്കെ പറിച്ചെടുത്ത് ചുരുട്ടി സുവനീറായിട്ട് കൈ പിടിച്ചിരിക്കുന്നു. സ്വന്തം നാട്ടിൽ പോയിട്ട് വിപ്ലവം നടത്താനുള്ള തയ്യാറെടുപ്പാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നടന്ന് നമ്മൾ ഈ സ്ക്വയറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലെ ചുവരയിലും വാതിലയിലും എല്ലാം സ്പ്രേ പെയിൻ്റ് അടിച്ച് ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളും ഭീഷണിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു 40 പോലീസുകാരിങ്ങനെ നിരന്ന് നിൽപ്പുണ്ട് ഷീൽഡൊക്കെ പിടിച്ച്. ഈ മണ്ടന്മാർ ഇതും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയല്ലാതെ ഇതിനെയൊന്നും ഒതുക്കാനൊന്നും ശ്രമിച്ചില്ലേ? ആ രാജ്യത്ത് പ്രതിഷേധങ്ങളെ പ്രത്യേക ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ നേരിടാൻ പറ്റുള്ളൂ. ഏറ്റവും കൗതുകമായ കാര്യം എന്ന് വെച്ചറിയാമോ, കുറേ പാവം പോലീസുകാരികൾ അവിടെ നിരന്ന് നിൽപ്പുണ്ട്. ഇവരും ഷീൽഡൊക്കെ പിടിച്ച് അങ്ങനെ തളർന്ന് നിൽക്കുക. ഇവരുടെ ഷീൽഡിൽ ഇവർ സ്പ്രേ പെയിൻറ്റ് മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുക. ഒന്നാലോചിച്ച് ചോദിക്കുക അവിടുത്തെ പെണ്ണുങ്ങളുടെ ആംബിയർ. ചില പോലീസുകാരികളുടെയൊക്കെ മുഖത്ത് ഈ സ്പ്രേ വെച്ച് വീണിട്ടുണ്ട്. ഈ പാവങ്ങൾ അതും സഹിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു പോലീസാപ്പോൾ അത്! കേരളത്തിനെങ്ങാനും ആയിരിക്കണം, അവിടെ അടി വെടി എല്ലാം നടക്കില്ലേ? അപ്പോൾ ഈ പോലീസുകാരികൾ രാവിലെ മുതൽ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. എല്ലാം ക്ഷീണിച്ച് തളർന്ന് നിൽക്കുക. അതിൽ ദയനീയമായൊരു കാഴ്ച കണ്ടത്, ഏതോ ഒരു പോലീസുകാരിയുടെ സാൻഡ്വിച്ച് കയ്യിലിരുന്നത് 4-5 പേര് കൂടി വീതിച്ചെടുത്ത് ഓരോ കവിള് തിന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച, ദയനീയമായ കാഴ്ച. ഈ തെറിയും തല്ലും മുഴുവൻ കൊണ്ടത് ഈ പോലീസുകാരികളാണ്. അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. കാരണം മെക്സിക്കോയിലെ സിസ്റ്റം അങ്ങനെയാണ്. അവിടെ പ്രതിഷേധിക്കുന്നവരെ തല്ലാൻ പ്രത്യേക ഉത്തരവില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കൊണ്ടോട്ട് നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. ഈ മെക്സിക്കോ സിറ്റിയിൽ ഈ സ്ത്രീ വിമോചന പോരാളികളെല്ലാം കൂടെ ഇത്ര പ്രകോപനപരമായിട്ട് പ്രവർത്തിക്കാൻ ഒരു കാരണമുണ്ട്. ഈ അടുത്ത നാളുകളിൽ, ഞാൻ ചെല്ലുന്നതിൻ്റെ അടുത്ത നാളുകളിലെന്നോ ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയോടൊപ്പം ലിവിങ് ടുഗദറായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ കൊന്നിട്ട് പല കഷ്ണങ്ങളാക്കി രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കൊണ്ടുപോയി കളഞ്ഞു. അത് നാട്ടിലാകെ കോളിളക്കം ഉണ്ടാക്കിയ, നമ്മുടെ നാട്ടിലെ നിർഭയ കേസ് പോലെ വലിയ പ്രശ്നമുണ്ടായൊരു കേസായിരുന്നു. അത് കത്തി നിൽക്കുന്ന നാളുകളിലാണ് ഈ വനിതാ ദിനവും കൂടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിഷേധവും കൂടെ കൂടിയാണ് ഇവർ ഈ വലിയ വിപ്ലവം ഇവിടെ ഉണ്ടാക്കിയത്. ഈ സ്ക്വയറിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അവിടെ ആയിരുന്നല്ലോ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അങ്ങോട്ട് കയറി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഇന്നലത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഇത് പൊളിച്ചുകൊണ്ടിരിക്കുക, പുലർച്ചെ ഉത്സാഹിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവം ഇതായിരുന്നു, ഈ അവിടുത്തെ മൈക്ക് സെറ്റും ലൈറ്റ് സെറ്റും ഈ സംവിധാനങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു പുകിലെന്ന് ചിന്തിച്ച് ചോദിക്കുക. ബുദ്ധിമാന്മാർ ഇന്നലെ രാത്രി തന്നെ അതെല്ലാം പൊളിച്ച് കടത്തി. പക്ഷേ ഈ ലൈറ്റും സ്പീക്കറും ഒക്കെ സ്ഥാപിച്ചിരുന്ന സ്റ്റാൻഡുകളുണ്ടല്ലോ, വമ്പൻ സ്റ്റാൻഡുകൾ, ടവറുകൾ പോലത്തെ, അതും സ്റ്റേജിൻ്റെ അവശേഷിച്ചിരുന്ന ഭാഗമെല്ലാം വലിച്ച് നിലത്തിട്ട് തകർത്തിട്ടിരിക്കുകയാണ്. കൂടാതെ ഇവരുടെ ഗ്രീൻ റൂം, ഈ സ്റ്റേജിൻ്റെ പുറകിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്ന ഗ്രീൻ റൂം, അതിൻ്റെയൊക്കെ ടാർപോളിൻ പോലത്തെ സാധനമുണ്ട് വെള്ള നിറത്തിലുള്ളത്, അത് മുഴുവൻ കുത്തി കീറി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മറിച്ചിട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ അപ്പുറേ ഒരു വലിയ വാനുണ്ട്, ഇവരുടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന വാനാണെന്ന് തോന്നുന്നു. ഇത് തലയും കുത്തിയിട്ടിരിക്കുകയാണ്, മറിച്ചിട്ടിട്ട് അതേ മുദ്രാവാക്യമൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് പെണ്ണുങ്ങളാണെന്നാണ് നമ്മൾ ഞെട്ടിപ്പോവും. സ്ത്രീകളുടെ ഒരു സമരമാണ്. അങ്ങനെ ആ യുദ്ധഭൂമിയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്ത് ഞാൻ പയ്യെ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് നേരെ ഒരു 8 മണി 8:30 കഴിഞ്ഞു. എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരുത്തരൊരു
ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബർഗർ കച്ചവടക്കാരനൊന്നും ഞാൻ കഴിഞ്ഞ രാത്രി ഇന്നലെ കണ്ടതേയില്ല. അപ്പം നല്ല ഗംഭീരമായിട്ട് ചൂട് ബർഗർ വഴി വെച്ചുണ്ടാക്കുന്നു. നമുക്ക് കണ്ടു നിൽക്കാം. ആ കൊതി വരുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹോട്ട് ഡോഗ് അവൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ബർഗറിനാണ് നല്ല കച്ചവടം. അത് ഉണ്ടാക്കുന്ന കണ്ട് കൊതി വന്നിട്ട് ഞാൻ തന്നെ ഒരു ബർഗർ മേടിച്ചു. ഇതാണ് ഇന്നത്തെ അത്താഴം തീരുമാനിച്ചു. ഈ ബർഗറൊക്കെ മേടിച്ചാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതിഞ്ഞ് കിട്ടി വീട്ടിൽ കൊണ്ടുപോകാം, പൊതിഞ്ഞ് കിട്ടി താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാം. ഈ നമ്മുടെ നാട്ടിൽ ഈ ദോശയും കപ്പയും മീൻകറിയുടെ ഒക്കെ ഒരു പ്രശ്നം, അവിടെ തന്നെ നിന്ന് തിന്നണം. അവിടെ വൃത്തിയില്ലാത്തൊരു പരിസരമാണെങ്കിൽ കൊതുകടിയും കൊണ്ട് അവിടെ നിന്ന് തിന്നണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വഴിയോര കടകളിൽ ഹോട്ട് ഡോഗോ ബർഗറോ ഒക്കെ പോലെ നമുക്കൊരു കൂടിനകത്ത് പാക്ക് ചെയ്ത് മേടിച്ച് നടന്നുകൊണ്ട് നിന്ന് പോകാവുന്നതോ അല്ലെങ്കിൽ വേറൊരിടത്ത് മാറിയിരുന്ന് സൗകര്യമുള്ളിടത്ത് പോയി നിന്ന് തിന്നാവുന്നതോ ഒക്കെ ആയ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തത്? ബർഗറൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത രുചികരമായ ഭക്ഷണമല്ലേ? ഹോട്ട് ഡോഗ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഉണ്ടാക്കിയാൽ നല്ലതല്ലേ? അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന തട്ടുകടകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ തന്നെ മുറി പോയി ബാറ്ററി ക്യാമറയുടെ ബാറ്ററിയൊക്കെ ചാർജിനിട്ട് ഇന്ന് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്ത് തീർത്ത് നാളത്തെ യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആയിട്ട് കിടന്നുറങ്ങി. രാവിലെ 2:30 ഉണർന്നെഴുന്നേറ്റു. പുലർച്ചെ 2:30 എഴുന്നേറ്റു, കുളിച്ച് റെഡിയായി. 3:30 ആയപ്പോഴത്തേക്കും ഞാൻ ലോബിയിലെത്തി. ഒരു ടാക്സിക്കാരനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം നേരിട്ട് പറഞ്ഞ് ഹോട്ടലിലെ റിസപ്ഷനിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു കറക്റ്റ് 3:30 അവൻ ഇവിടെ എത്തിക്കോളും, നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണക്കൂട്ടിയിരിക്കുന്നത് അരമണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്തും. കാരണം സിറ്റിക്കകത്ത് തന്നെയാണ്, പുലർച്ചയല്ലേ. പിന്നെ എനിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 2 മണിക്കൂറുണ്ട് സമയം, കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റുമാണ്. 2 മണിക്കൂർ മുമ്പ് എത്തിയാൽ മതി. അങ്ങനെ ഞാൻ കാത്തു നിന്നു. ഒരാളപ്പോൾ റിസപ്ഷനിലേക്ക് എന്നെ തേടി വന്നു. കറക്റ്റ് 3:30 ആയപ്പോൾ കാറിൽ കയറി എയർപോർട്ടിൽ ചെല്ലുന്നു. കറക്റ്റ് 15-20 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിലെത്തി. നമ്മളിനി കാൻകൂൺ എന്ന് പറയുന്ന ഉല്ലാസ നഗരത്തിലേക്ക് പോവുകയാണ്. എന്താണ് ടൂറിസം? ടൂറിസത്തിലൂടെ ഒരു നാടെങ്ങനെ മാറുമെന്ന് കാണണമെങ്കിൽ കാൻകൂൺ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഈ സെക്സ് ടൂറിസം ഇല്ലാതെ, ഈ വൾഗർ ടൂറിസം ഇല്ലാതെ, പ്രകൃതിയെ നശിപ്പിക്കാതെ, പ്രകൃതിയെയും പരിസരങ്ങളിലെയും സംരക്ഷിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് പ്രൊഫഷണലായി ലോക നിലവാരമുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ വളർത്താം, എങ്ങനെ സംരക്ഷിക്കാമെന്ന് പഠിക്കണമെങ്കിൽ ഇത് കാണണം. ഇത് കാണാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികളൊന്നും മെക്സിക്കോയ്ക്ക് പോകണ്ട. സഞ്ചാരത്തിൻ്റെ ആ എപ്പിസോഡുകൾ 8-10 എപ്പിസോഡുണ്ട് കാൻകൂണിൻ്റെ. വിശദമായിട്ടൊന്ന് കണ്ടാൽ മതി. കാണണമെന്നും പഠിക്കണമെന്നും ആഗ്രഹമുള്ളവർക്ക് അറിയാൻ ഇൻ്റർനെറ്റും ഗൂഗിളും യൂട്യൂബും ഒക്കെ മതി. എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. വിവ എയറോബസ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ വിമാനത്തിലാണ് പോകുന്നത്. അതൊരു ബജറ്റ് എയർലൈനാണ്, പക്ഷേ ഭയങ്കര രസമാണ്. അവരുടെ ചെക്ക് ഇൻ കൗണ്ടറൊക്കെ ഒരു പ്രത്യേക കളർ സ്കീമിൽ, ഒരു പ്രത്യേക പച്ച കളർ സ്കീമിലാണ്. അവരുടെ ബോർഡിംഗ് പാസിന് ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഒരു വ്യത്യസ്തമാണ്. നമ്മുടെ ഇൻഡിഗോ ഇന്ത്യയിൽ വന്ന് ഒരു പുതിയ ശൈലി ആരംഭിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വിവ എയറോബസ്സുകാരുടെ സംവിധാനങ്ങളൊക്കെ വിചിത്രമാണ്, രസകരമാണ്. നമ്മൾ തെക്കോട്ടാണ് പറക്കുന്നത്. ഈ മെക്സിക്കോയുടെ മാപ്പ് നോക്കിയാൽ അറിയാം, മെക്സിക്കോ മുകൾ ഭാഗം നല്ല വീതിയാണ്. താഴോട്ട് വരും തോറും ഇങ്ങനെ മെലിഞ്ഞ് വന്നിട്ടൊരു വാല് പോലെ വളഞ്ഞു കിടക്കും. ഈ വളഞ്ഞു കിടക്കുന്ന വാലിൻ്റെ ഒരു ഭാഗത്താണ് ഈ കാൻകൂൺ എന്ന് പറയുന്നത്. ഈ കാൻകൂൺ സിറ്റി തന്നെ ഈ പറഞ്ഞ കരീബിയൻ ദ്വീപിലേക്ക് വളഞ്ഞു കയറി കിടക്കുന്ന ഒരു പെനിൻസുല പോലത്തെ, അല്ലെങ്കിൽ ഒരു മെലിഞ്ഞ ഒരു തിട്ട പോലത്തെ ഭാഗത്താണ്. ആ തിട്ടയിൽ നിന്ന് കടലിലേക്ക് തള്ളി നിൽക്കുന്ന മറ്റൊരു തിട്ടയിലാണ് ഈ കാൻകൂണിലെ ടൂറിസ്റ്റ് ആക്ടിവിറ്റി എല്ലാം നടക്കുന്നത്. അവിടേക്ക് നമുക്ക് പിന്നെ വരാം. ഒടുവിൽ കാൻകൂൺ അടുക്കാറാകുമ്പോഴത്തേക്ക് ഞാൻ താഴേക്ക് നോക്കുമ്പം കാണുന്നത് മുഴുവൻ വനമാണ്. നമ്മൾ വനത്തിന് മുകളിലൂടെ, പരന്ന ഭൂപ്രദേശം, മലകളും താഴ്വരകളും ഒന്നുമില്ല, പരന്ന ഭൂപ്രദേശം മുഴുവൻ വനം. ഈ വനത്തിന് നടുക്കൂടെ വകഞ്ഞു മാറ്റി പോലെ ചില ഹൈവേകൾ സ്കെയിലിട്ട് വരച്ച പോലെ 6 വരി പാതകൾ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം. അങ്ങനെ ഈ വനത്തിന് മുകളിലൂടെ പറന്ന് വനത്തിൻ്റെ നടുക്കൊരു റൺവേ പണിത് വെച്ചിരിക്കുന്നു. അതിനകത്തേക്ക് പോയി വിമാനം ലാൻഡ് ചെയ്തു. പക്ഷേ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ ഒരു ഗംഭീര വിമാനത്താവളം ഉണ്ടെന്ന് മനസ്സിലായി. 5-6 ടെർമിനലുകളുള്ള ഒരു കൂറ്റൻ വിമാനത്താവളം. അവിടെ നിരന്ന് കിടക്കുന്ന വിമാനങ്ങളുടെ എണ്ണം കാണുമ്പോഴാണ് ഈ കാൻകൂൺ എന്ന് പറയുന്ന ടൂറിസ്റ്റ് സിറ്റിയിലേക്ക്, ടൂറിസത്തിന് വേണ്ടി മാത്രമേ ഈ കാൻകൂണിൽ ആളുകൾ വരേണ്ട കാര്യമുള്ളൂ കേട്ടോ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്, പ്രധാനമായിട്ടും USA-യിൽ നിന്ന് സമ്പന്നരായ ടൂറിസ്റ്റുകൾ, കാനഡയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, മധ്യ അമേരിക്കയിൽ നിന്നൊക്കെ സമ്പന്നരെത്തുന്ന അതിഗംഭീരമായ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കാൻകൂൺ സിറ്റിക്ക് 2 ഭാഗമുണ്ട്. ഡൗൺ ടൗൺ ഏരിയയും ഉണ്ട്, ഹോട്ടൽ സോണും ഉണ്ട്. ഈ ഡൗൺ ടൗണിൽ ഈ നാട്ടുകാർ വസിക്കുന്നതാണ്, നാട്ടുകാരുടെ കടകൾ, സ്ഥാപനങ്ങൾ, അവരുടെ വീടുകൾ ഒക്കെ. എന്നാൽ ഹോട്ടൽ സോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരത്ത് നിന്ന്, കരയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ വീതിയും 22 കിലോമീറ്റർ നീളമുള്ള ഒരു മണൽത്തിട്ട ഇങ്ങനെ കടലിലേക്ക് നീണ്ടു കിടക്കുകയാണ്. പണ്ട് അതിൽ കുറേ തെങ്ങൊക്കെ വളർന്നു നിന്നിരുന്ന വെറും മണലിൻ്റെ ഒരു തിട്ടയായിരുന്നു. മണൽ മാത്രമല്ല, കോറൽ ദ്വീപ് എന്ന് വേണേൽ പറയാം. കോറൽ ഒരു ഭൂമി എന്ന് വേണേൽ പറയാം. കോറലുകൾ അടുങ്ങിയുണ്ടായ, അതിൻ്റെ മുകളിലുണ്ടായ മണലും ഒക്കെ ആയിട്ടുള്ള ഒരു ലാൻഡ്. ഒരു നീണ്ട് 22 കിലോമീറ്റർ നീളമുണ്ട് അതിന്, 1/2 കിലോമീറ്റർ വീതിയും. ഈ 22 കിലോമീറ്റർ നീളത്തിലും നടുക്കൂടെ
ഒരു ഹൈവേ. ഈ ഹൈവേയുടെ രണ്ട് വശത്തും ഹോട്ടലുകളും റിസോർട്ടുകളും മാളുകളും എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളും ക്രൂസ് സെൻറ്ററുകളും വേണ്ട എന്തെല്ലാം ടൂറിസത്തിന് വേണ്ടോ ഇതെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. അതിമനോഹരമായ ബീച്ചുകൾ, എല്ലാ റിസോർട്ടിൻ്റെ ഹോട്ടലിൻ്റെ മുൻഭാഗം വെള്ളിമണലിൻ്റെ അതിവിസ്തൃതമായ ബീച്ചുകൾ, ക്രൂസുകൾ നടക്കുന്ന സ്ഥലങ്ങൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ എന്ന് വേണ്ട ടൂറിസത്തിൻ്റെ അവസാന വാക്ക്. അപ്പോൾ അതിൽ ഈ ഹോട്ടൽ സോണിലാണ് എനിക്കുള്ള ഹോട്ടൽ. കാലിപ്സോ എന്നാണ് ഞാൻ മുറിവ് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ടാക്സി വിളിച്ച് പോയാൽ ഭയങ്കര കാശാകും. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം എന്ന് പറയുമ്പം ടൂറിസത്തിന് വേണ്ടിയുള്ളൊരു സ്ഥലം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ല. അവിടെ എല്ലാത്തിനും കോസ്റ്റ് കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ സൂപ്പർ ഷട്ടിൽ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. ഷട്ടിൽ ബസ്സുകളാണ്, മിനി ബസ്സും വലിയ ബസ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഈ ഷട്ടിൽ പുറപ്പെടും. അപ്പോൾ നമ്മൾ അവിടെ പോയി ബുക്ക് ചെയ്താൽ ഏതാണ്ട് 1000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ 250 പെസോയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിക്കറ്റ് തരും. അപ്പോൾ അവിടെ കാത്തു നിന്നാൽ പല ഹോട്ടലുകളിൽ ഇറക്കി ആളുകൾ പോകും. അതായത് ഈ ഹോട്ടൽ സോണിലേക്ക് പോകുന്ന മിനി ബസ്സുകളാണ്, ഷട്ടിൽ ബസ്സുകളാണ്. അപ്പോൾ അതിൽ കയറി അത് കുറച്ച് നേരം കാത്തുന്നപ്പോഴത്തേക്ക് എൻ്റെ ഡ്രൈവർ വന്നു, കയറിയിരുന്നു. ഞങ്ങളങ്ങനെ പോവുകയാണ്. ആദ്യം പോകുന്നത് ഈ മെയിൻലാൻഡിലെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ്. നമ്മൾ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു റിസോർട്ടിനകത്തൂടെയാണെന്ന് തോന്നുന്നു പോകും. ഇന്നലെ നമ്മൾ കണ്ട ദരിദ്രനാരായണന്മാർ വസിക്കുന്ന മെക്സിക്കോയുടെ ആ വരണ്ട ആന്ധ്രാപ്രദേശ് പോലുള്ള ഉൾനാടുകൾ എവിടെ കിടക്കുന്നു, ഇതെങ്ങനെ കിടക്കുന്നു? ഇത് അതിഗംഭീരമായ ഒരു റിസോർട്ടിലൂടെ നമ്മൾ അമേരിക്കയിലെ മയാമിയിലൂടെയോ USA ഏറ്റവും സമ്പന്നമായ ഭൂപ്രദേശങ്ങളിലൂടെയോ ഒക്കെ സഞ്ചരിക്കുന്നത് പോലെ ഒരു ട്രോപ്പിക്കൽ ഭൂപ്രദേശം, ഗംഭീരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ലോൺ വെട്ടി ഒരുക്കിയിട്ടിരിക്കുന്ന പൂച്ചെടികൾ വളർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഹൈവേ, അതിൻ്റെ ഓരങ്ങൾ കണ്ട കൊതി വരും. ഇത് മെക്സിക്കോയാണെന്ന് പ്രത്യേകം പറഞ്ഞില്ല, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ സുന്ദരമാക്കിയിട്ടിരിക്കുന്ന ഭൂപ്രദേശം. ടൂറിസത്തിന് വേണ്ടി ഒരു എയർപോർട്ട് മുതൽ താമസിക്കുന്ന ഹോട്ടൽ വരെ വഴിയോരങ്ങൾ എങ്ങനെ ഒരുക്കിയിടണമെന്ന് നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ ടൗൺ പ്ലാനർമാരും പഠിക്കണമെങ്കിൽ ഈ കാൻകൂണിൻ്റെ കാഴ്ച കണ്ടാൽ മതി. അങ്ങനെ ഈ 12 കിലോമീറ്ററോളം ഓടി നമ്മൾ പിന്നെ അവിടുന്ന് വലത്തോട്ട് തിരിയുന്നത് ഞാൻ ഈ പറഞ്ഞ ഹോട്ടൽ സോണിലേക്ക് തിരിയുകയാണ്. ഈ ഹൈവേ മെയിൻലാൻഡിൽ കൂടി ഉള്ളതാണ്. അതിൻ്റെ സൈഡിൽ പട്ടണങ്ങളൊക്കെ ഉണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പലതുമുണ്ട്. ഹോട്ടൽ സോണിലേക്ക് തിരിയുന്നതോടുകൂടി ഒരു 4 വരി പാതയാണ്. നടുക്ക് ഡിവൈഡറെ മുഴുവൻ തെങ്ങും തൈകൾ വെച്ചിരിക്കുക. രണ്ടു വശത്തും അതിമനോഹരങ്ങളായ റിസോർട്ടുകൾ, ഹോട്ടലുകൾ. ഇങ്ങനെ ഓടി ആദ്യത്തെ സ്റ്റോപ്പിലെത്തി. അത് നമ്മുടെ ഹോട്ടൽ തന്നെയാണ്, ഹോട്ടൽ കാലിപ്സോ. കാലിപ്സോയിൽ എന്നെ ഇറക്കി. ബസ് അടുത്ത ആളുകളുമായിട്ട് അടുത്ത ഹോട്ടലിലേക്ക് പോയി. ഞാൻ ചെക്ക് ഇൻ ചെയ്തു. 8ാം നിലയിലാണ് എൻ്റെ മുറി. ആ ഹോട്ടൽ അത്ര വലിയ സമ്പന്നമായ ഏറ്റവും ഗംഭീരമായ ഹോട്ടലൊന്നുമല്ല, ഒരു സാധാരണ ഹോട്ടലാണ്. ഒരു 3 സ്റ്റാറിലും താഴെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ ഈ ഏറ്റവും ആഡംബരത്വം ആസ്വദിക്കാനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് തന്നെ ദിവസം ഒരു രാത്രിക്ക് 6000 രൂപ വിലയുണ്ട്. 25,000-നും 1,00,000-നും ഇടയ്ക്കാണ് അവിടുത്തെ ഒരു ഭേദപ്പെട്ട ഹോട്ടലിൻ്റെ ഒരു രാത്രിയുടെ വാടക എന്ന് ഓർക്കണം. ഇതിൻ്റെ എല്ലാം 10-30% സ്റ്റേറ്റിനുള്ളതാണ്, നാടിനുള്ളതാണ് പൈസ. അതുപോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മെക്സിക്കോക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണ് ഇത്രയേറെ ഹോട്ടലുകളിലൂടെ, ഇവിടുത്തെ സംവിധാനങ്ങളിലൂടെ. കൂടാതെ എത്രയോ കോടീശ്വരന്മാരെ അവർ സൃഷ്ടിക്കുന്നു. ഈ കോടീശ്വരന്മാരെല്ലാം മറ്റ് പല മേഖലയിലേക്ക് ഈ കിട്ടുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. അങ്ങനെ എക്കണോമി ആകെ ചലിപ്പിക്കുന്ന വലിയൊരു എക്കണോമിക് കേന്ദ്രമായിട്ട് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാൽക്കണി, ഈ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള റിസോർട്ട്, ഒരു വശം ഞാൻ ഈ പറഞ്ഞ കടലിലൂടെ ചിറ പോലെ കിടക്കുന്ന ഇതിൻ്റെ ഒരു വശത്ത് കടൽ, നല്ല നീല നിറത്തിൽ പളുങ്ക് പോലെ കിടക്കുന്ന കടൽ. മറ്റേ വശത്തൊരു ലഗൂണിനകം മുഴുവൻ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ ഒരു വനമാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു വശേ റിസോർട്ടുകൾ, ഒരു വശേ അമ്യൂസ്മെൻറ്റ് കേന്ദ്രങ്ങൾ, ഒരു വശേ ആഡംബരത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും നൽകുന്ന ബീച്ചുകളും ബീച്ച് റിസോർട്ടുകളും. അതിൻ്റെ നേരെ പുറകുവശത്ത് ശുദ്ധമായ വെള്ളമുള്ള ഒരു ലഗൂൺ. ഈ ലഗൂണിൻ്റെ അകം മുഴുവൻ 1000-കണക്കിന് ഏക്കർ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടൽക്കാടുകൾ. എന്ത് ഗംഭീരമായിട്ടാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം വളർത്തുന്നത്. നമുക്കൊന്നെങ്കിൽ ടൂറിസം വളരും, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറഞ്ഞിട്ട് വേറൊന്നും വേണ്ട നമ്മൾ വാശി പിടിക്കും. ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത്, അല്ലെ കളരിക്ക് പുറത്ത്. ഇത് രണ്ടുമല്ലാത്ത ബുദ്ധിയുള്ളവനൊരു വഴിയുണ്ടെന്ന് നമ്മളെ കാണിച്ചു തരികയാണ് ഇത്തരം രാജ്യങ്ങൾ. പോയി കാണണം, പോയി കണ്ട് പഠിക്കണം. എന്നിട്ട് ഇവിടെ ഏതിനും തടസ്സം ഉന്നയിക്കുകയല്ല, ഏത് പ്രശ്നത്തിനും പരിഹാരം കൂടി ഉണ്ടെന്ന് മനുഷ്യനെ കാണിച്ചു തരികയാണ് ഈ സഞ്ചാരങ്ങളിലൂടെ ലോകത്തിലെ മിടുക്കന്മാരുടെ രാജ്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ട് കാൻകൂണിൻ്റെ അത്ഭുതങ്ങളിലേക്ക്, ആവേശങ്ങളിലേക്ക് ഞാൻ യാത്ര തുടങ്ങുകയാണ്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന.
സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.